നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി അറേബ്യയിൽ എത്തിയിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയെ ലിയോ മെസ്സി പിന്തുടരുന്നു എന്ന തരത്തിൽ വേണം കാര്യങ്ങൾ കാണാൻ. കാരണം മെസ്സി ചാൻഡുകൾ അദ്ദേഹം കളിക്കുന്ന എവേ മത്സരങ്ങളിലൊക്കെ മുഴങ്ങുന്നു. ചില ഘട്ടങ്ങളിൽ ക്രിസ്ത്യാനോ പ്രകോപിതനാവുന്നു. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എപ്പിസോഡാണ് നമ്മൾ അൽ ഷബാബിനെതിരെ കണ്ടത്. അതിൻ്റെ റിസൾട്ട് എന്താണ്? ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സസ്പെൻഷൻ. അൽ ഹസമിനെതിരെ ഇന്നലെ നടന്ന സൗദി അറേബ്യൻ പ്രോ ലീഗിലെ മത്സരം അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ടീം വിജയിച്ചതുമില്ല. ഇനിയിപ്പോൾ അലൈൻ എഫ് സിക്കെതിരെയാണ് അൽ നസറിൻ്റെ മത്സരം. അത് AFC ചാമ്പ്യൻസ് ലീഗിലെ പോരാട്ടമാണ്. AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ഇതാ തിങ്കളാഴ്ച അലൈൻ എഫ് സിക്കെതിരെ അലൈനിൽ വെച്ച് അസാ ബിൻ സായിദ് സ്റ്റേഡിയത്തിൽ വെച്ച് അവർ കളിക്കാൻ പോകുന്നു. ആ മത്സരം രാത്രി ഇന്ത്യൻ സമയം 9:30 ആരംഭിക്കുന്നത്. ആ കളിക്കിടയിലും തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സി ചാൻഡുകൾ നേരിടേണ്ടി വരും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. അല്ല, അതിൻ്റെ ഒരു കൂട്ടം ആരാധകർ ഒരുമിച്ച് നിന്നുകൊണ്ട് മെസ്സി എന്ന് പറഞ്ഞുകൊണ്ട് ചാൻഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇപ്പോഴേ പ്രചരിച്ചു കഴിഞ്ഞു. ചുരുക്കത്തിൽ അവർ റെഡിയാണ് ക്രിസ്ത്യാനോക്ക് മുന്നിൽ മെസ്സി ചാൻഡുകൾ പാടി അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ. ഓൾറെഡി ഇപ്പം ഇങ്ങനെ ഒരു സംഭവത്തിൽ പെട്ടതുകൊണ്ട് ക്രിസ്ത്യാനോ അന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യുമെന്ന് കരുതുന്നില്ല. പക്ഷേ കൂടുതൽ പ്രൊവോക്കേഷൻസ് എന്തായാലും മെസ്സിയുടെ പേര് വിളിച്ചുകൊണ്ട് ഇനി അദ്ദേഹമേ മത്സരങ്ങളിൽ നേരിടേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്. ഏതായാലും ഈ കളിയിലേക്ക് പോകുമ്പോൾ അൽ നസർ അൽ ഹസമിനോട് സമനില സൗദി പ്രോ ലീഗിൽ പിടിച്ചതിന് ഒരു ക്ഷീണമുണ്ട്. എന്നാൽ അതൊന്നും ബാധിക്കില്ല. AFC ചാമ്പ്യൻസ് ലീഗ് മറ്റൊരു കോമ്പറ്റീഷനാണ്. തൻ്റെ താരങ്ങൾ അതിന് റെഡിയാണ് എന്നാണ് ഇന്നലെ ലൂയിസ് കാസ്ട്രോ പറഞ്ഞിരിക്കുന്നത്. ഇത്തവണത്തെ AFC ചാമ്പ്യൻസ് ലീഗ് കിരീടം തങ്ങൾ ലക്ഷ്യം വെക്കുന്നു എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞതാണ്. കാരണം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടേണ്ടതുണ്ട്. അതിന് ഈ കിരീടം ചൂടുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. പക്ഷേ അൽ നസറിൻ്റെ ഡിഫൻസിലാണ് അവർക്കൊരു പ്രശ്നമുള്ളത്. ഏത് രൂപത്തിൽ കാര്യങ്ങൾ മാറുമെന്നുള്ളത് കണ്ടറിയണം. ക്രിസ്ത്യാനോ കളിക്കളത്തിൽ ഉണ്ടെങ്കിൽ ഏത് ടീമിനെയും തോൽപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് അൽ നസർ ഇറങ്ങുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.